ഓപ്പറേഷൻ സിന്ദൂറിലൂടെ രാജ്യത്തിന് എത്ര വിമാനങ്ങളാണ്, വ്യോമസേന വിമാനങ്ങളാണ് നഷ്ടമായതെന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. ഈ ഒരു പ്രത്യക്ഷമായിട്ടുള്ള ഈ ഒരു ചോദ്യം ആ നിമിഷം തന്നെ ഒരു പക്ഷെ പാകിസ്ഥാൻ എടുത്ത് അവരുടെ രാജ്യത്ത് അവരുടെ വിവിധ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും അവർ ആഹ്ലാദിക്കുകയുമാണ് ചെയ്യുന്നത്. നിരവധി അന്താരാഷ്ട്ര മാധ്യമങ്ങളിലേക്ക് ഷെയർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള ചില പരാമർശങ്ങൾ നമ്മുടെ രാജ്യത്തിലേക്ക് ഊന്നുന്ന ഒരു വടി തന്നെയാണ് ഇപ്പോൾ ഇട്ടുകൊടുത്തിരിക്കുന്നത്. രാജ്യത്തിനെ അടിക്കാൻ തക്ക രീതിയിലുള്ള വടി തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇട്ടുകൊടുത്തിരിക്കുന്നത്. എന്തൊരു വിഡ്ഢിത്തരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. കോൺഗ്രസിൻ്റെ ചില നിലപാടുകൾ, കോൺഗ്രസിനകത്തുള്ള ഭിന്നതകൾ കോൺഗ്രസിന് തന്നെ അറിയില്ല, പാർട്ടിക്കകത്ത് തന്നെ അറിയില്ല, അല്ലെ പാർട്ടിയുടെ നേതാക്കൾക്ക് തന്നെ അറിയില്ല എന്ത് ചെയ്യണം, എങ്ങനെ പ്രതികരിക്കണം. നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ വരുന്നതിന് മുമ്പേ ഈ ഇന്ത്യ പാക് സംഘർഷത്തിനിടയിൽ തന്നെ കോൺഗ്രസിൻ്റെ സൈബർ ടീമിൽ നിന്നുമുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ തന്നെ പാകിസ്ഥാൻ ഇതിനകത്ത് നമ്മുടെ രാജ്യത്തിനകത്തുള്ള ചില വിഭിന്ന അഭിപ്രായങ്ങൾ ഷെയർ ചെയ്തിരുന്നു. പിന്നീട് ആ ഒരു രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിലകൊള്ളണം എന്ന് പറഞ്ഞു ആ ഒരു ഓപ്പറേഷൻ സിന്ദൂർ നടത്തുകയും അതോടൊപ്പം തന്നെ ഈ ഒരു സംഘർഷം താൽക്കാലികമായിട്ടെങ്കിലും വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ഇതിന് ശേഷം വീണ്ടും അവിടെ ഒരു രാഷ്ട്രീയ കളികളാണ് നടക്കുന്നത്. എത്ര വ്യോമസേന വിമാനങ്ങളാണ് നഷ്ടമായത് എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ രാജ്യം പാകിസ്ഥാന് മുമ്പിൽ മുട്ടുമടക്കി എന്നുള്ളതിന് ഒരു എന്താ പറയുന്നത്, അത് പറയാതെ പറയുന്ന ഒരു ചില കാര്യങ്ങളാണ്. കൃത്യമായിട്ട് നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മുടെ പ്രതിരോധ വകുപ്പുകളും സേനാ മേധാവിയും ഒക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് പറയുകയും അത് വാർത്താ മാധ്യമങ്ങളിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്തിരുന്നു. ഇൻ കേസ് ഇനി ഇത്തരത്തിലുള്ള ചിന്തകളോ മറ്റെന്തെങ്കിലും കാര്യമാണെങ്കിലോ ഇത്തരത്തിൽ അറിയണമെന്നുണ്ടെങ്കിലോ നമ്മളുടെ ഇതിനകത്ത് ഉന്നയിക്കേണ്ടുന്ന ചില ചോദ്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി മറന്നുപോകുന്നു. എന്തായാലും സോഷ്യൽ മീഡിയ വലിയ വിമർശനങ്ങളാണ് ഇതിന് ഉയർന്നിരിക്കുന്നത്. മാത്രമല്ല ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പാകിസ്ഥാനും ഇന്ത്യ മുൻകൂർ അറിയിച്ചിരുന്നു. അതായത് ഇന്ത്യ ഒറ്റുകൊടുത്തു എന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങളും വിവാദപരമായിട്ടുള്ള പരാമർശനങ്ങളാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നടത്തുന്നത്. അതിലെ വിദേശകാര്യമന്ത്രിയായ എസ് ജയശങ്കർ ഇത് അറിയിച്ചിട്ടുണ്ടെന്നും ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നും എന്നൊക്കെ തരത്തിലുള്ള വാർത്തകളാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പറയുന്നത്. പക്ഷേ കൃത്യമായിട്ടും ഇത് പറയുന്നു, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ തുടക്കത്തിൽ തന്നെ പാകിസ്ഥാനെ ഇന്ത്യ താക്കീത് ചെയ്തിരുന്നു. ആ ഒരു വീഡിയോ ആണ് ഇത്തരത്തിൽ പ്രചരിപ്പിച്ചത്. അല്ലാതെ ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പുള്ള ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാന് കൊടുത്ത താക്കീത് നൽകിയ വീഡിയോ ആണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങളിലേക്ക് നയിക്കുന്നത്. പാകിസ്ഥാന് മുമ്പ് ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പൊന്നും അത്തരത്തിൽ അങ്ങനെ ഒരു സൂചനകളോ യാതൊന്നും തന്നെ നൽകിയിട്ടില്ല. ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ രാജ്യത്തിനെ മറ്റുള്ള അന്താരാഷ്ട്ര തലത്തിൽ തന്നെ രാജ്യത്തിന് നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിലുമാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തുന്നത്. അത് നമ്മുടെ രാജ്യത്തിന് തന്നെ മറ്റുള്ളവർക്ക് പാകിസ്ഥാൻ ഉൾപ്പെടെ കൊടുക്കുന്ന വടി തന്നെയാണ് നമുക്കിട്ട് തല്ലാനായിട്ടുള്ളത്. ഇത്തരത്തിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഈ ഒരു കാര്യങ്ങളൊക്കെ എടുത്താൽ തന്നെ ഈ ഇടയായിട്ട് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പല കാര്യങ്ങളും ആ ഒരു ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഒന്ന് ഇവരുടെ വായൊക്കെ ഒന്ന് അടക്കി വെച്ചിരുന്നെങ്കിലും പിന്നീട് ഇവർ പല കാര്യങ്ങൾ ഇങ്ങനെ വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിനകത്തും പുറത്തും കേന്ദ്രത്തിലുമൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കോൺഗ്രസ് നടത്തുന്നുണ്ട്. ഇപ്പോൾ ശശി തരൂരിനെ കേന്ദ്രം ഡയറക്റ്റ് ഇത്തരത്തിലുള്ള രാജ്യങ്ങളിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ എന്താണെന്നും പാകിസ്ഥാൻ എന്താണ് ഇന്ത്യയോട് കാണിക്കുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ ഒരു രാജ്യാന്തര തലത്തിലേക്ക് ഒരു നിയന്ത്രണം, അതായത് ശശി തരൂരിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംഘത്തെ അയക്കുമ്പോൾ അതിന് പോലും വിഭിന്ന അഭിപ്രായങ്ങളാണ് വന്നത്. ശശി തരൂരിൻ്റെ പേര് കോൺഗ്രസ് നൽകിയില്ല എന്നുള്ളതാണ് അതിൽ വ്യക്തമായിട്ടും ചൂണ്ടിക്കാണിക്കേണ്ടുന്നത്. കാരണം അദ്ദേഹം എന്താണ് എന്നുള്ള ഒരു പക്ഷേ മലയാളികൾക്ക് മാത്രമല്ല രാജ്യത്തിലുള്ള മിക്ക വ്യക്തികൾക്കും അറിയാം അദ്ദേഹത്തിനുള്ള അല്ലെങ്കിൽ അറിവ് അല്ലെങ്കിൽ ഒരു ഇത്തരത്തിലുള്ള കാര്യങ്ങളിലുള്ള അറിവും എങ്ങനെ ഇത് കൈകാര്യം ചെയ്യണമെന്നുള്ള ഒരു നല്ലൊരു ലീഡർ തന്നെയാണ് കോൺഗ്രസ് ലീഡർ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് കൂടി കോൺഗ്രസിന് ഉൾപ്പെടുത്താമായിരുന്നു. പലപ്പോഴും അദ്ദേഹത്തിനെ അവഗണിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. എന്ത് തന്നെയായാലും ഇപ്പോൾ കേന്ദ്രം തന്നെ അദ്ദേഹത്തിനെ ഡയറക്റ്റ് വിളിച്ചു. ഇതോടെ കോൺഗ്രസിന് വലിയൊരു തിരിച്ചടി മാത്രമല്ല നാണക്കേട് തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഉണ്ടായിരിക്കുന്നത്. വീണ്ടും ശശി തരൂരിൻ്റെ മുമ്പിൽ കോൺഗ്രസിന് മുട്ടുമടക്കേണ്ടി വന്നു എന്നുള്ളത്. കാരണം പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള ഹൈക്കമാൻഡ് മറ്റുള്ള തീരുമാനങ്ങളോ യാതൊന്നും എടുത്തിട്ടില്ല. അത് വീണ്ടും
ശശി തരൂരിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒക്കെ ഇത്തരത്തിൽ ആദ്യത്തെ പ്രസ്താവനകൾ ഉണ്ടായിരുന്നു. ഞാൻ ഈ ശശി തരൂരിൻ്റെ കാര്യം പറഞ്ഞത്, ആദ്യം ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഉണ്ടായപ്പോൾ തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ അവർ മടക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഓപ്പറേഷൻ നടത്തുന്നതിന് മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും പുറത്തുവിടാൻ പറ്റത്തില്ല. അത് ഒരുപക്ഷെ പ്രധാനമന്ത്രിക്ക് പോലും അറിയാൻ പറ്റാത്ത ചില കാര്യങ്ങളിലൊക്കെ സൈന്യം ചെയ്യുന്നുണ്ടായിരിക്കും, സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. അപ്പം എന്തൊക്കെയാണ് എന്നുള്ളത് പുറം ലോകം നമുക്കറിയേണ്ടുന്നത് മാത്രമാണ് നമ്മൾ അറിയേണ്ടുന്നത്. പക്ഷേ അതിനപ്പുറം അറിയിക്കേണ്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഒരു യുദ്ധത്തിന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഘർഷം വരുമ്പോൾ അതിന് ചേരുന്നതല്ല, അല്ലെങ്കിൽ ഒരു യുദ്ധതന്ത്രമല്ല എന്നുള്ളത് രാഹുൽ ഗാന്ധി മറന്നു പോകുന്നു. മാത്രമല്ല, നമ്മൾ എന്താണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ചെയ്തതെന്നുള്ള വീഡിയോ സഹിതം നമുക്ക് തെളിവായിട്ട് പിന്നീട് എന്തിനാണ് ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല. അത് അദ്ദേഹത്തിന് മാത്രമേ അറിയത്തുള്ളൂ. കാരണം എത്ര വിമാനങ്ങൾ നഷ്ടമായി എന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഭാഗം തന്നെ പാകിസ്ഥാൻ അവിടെ ആഘോഷമായിരുന്നു. ഇന്ത്യയെ തകർത്തു, ഇന്ത്യയുടെ വന്ന മിസൈലുകളും ഡ്രോണുകളും ഒക്കെ പാകിസ്ഥാൻ അടിച്ചിട്ടു എന്നൊക്കെ തരത്തിൽ പഴയ ഏതോ വിമാനത്തിൻ്റെ പാർട്സൊക്കെ കാണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ പ്രചാരണങ്ങളായിരുന്നു. പക്ഷേ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാനാണ് നഷ്ടമുണ്ടായത് എന്നുള്ളത് മനസ്സിലാക്കുകയും മാത്രമല്ല ഇതിനൊക്കെ ശേഷം നമ്മുടെ സൈന്യ തലവന്മാർ തന്നെ അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ കേന്ദ്രത്തിൽ നിന്ന് തന്നെ വാർത്താ മാധ്യമങ്ങളുമായിട്ട് സംസാരിക്കുകയും വേണ്ടുന്ന ക്ലിപ്പുകളും കാര്യങ്ങളും എല്ലാം സൈന്യം തന്നെ പുറത്തു വിടുകയും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് പാകിസ്ഥാന് നഷ്ടമുണ്ടാക്കിയതെന്നുള്ളത്, നമ്മുടെ എത്ര ജവാന്മാർ ജീവൻ പൊലിഞ്ഞു എന്നുള്ളതും കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വിട്ടിട്ട് പിന്നെ അതിനകത്ത് ഒരു കുത്തിത്തിരിപ്പ് എന്നുള്ളത് ഈ പ്രതിപക്ഷ നേതാവിന് എന്തിനാണെന്നുള്ള മനസ്സിലാവും. ഒരുപക്ഷെ അദ്ദേഹത്തിന് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുമായിട്ടോ മറ്റെന്തെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് നീക്കമാകാമായിരുന്നു. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തെളിവുകൾ അദ്ദേഹത്തിന് കിട്ടുമായിരുന്നുവെങ്കിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് പുറത്തു വിടാമായിരുന്നു. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാർലമെൻ്ററി സമ്മേളനത്തിലോ ഒക്കെ അതൊക്കെ നമ്മുടെ രാജ്യത്തിനകത്തുള്ള കാര്യം. പക്ഷേ ഇത് പബ്ലിക്കായിട്ട് ആക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. കാരണം അത് ഇന്ത്യയെ തകർക്കുന്നതിന് തുല്യമാണ്. നാളെ വീണ്ടും ഇത്തരത്തിലുള്ള ഭീകരന്മാർ വരും. ഇന്ത്യ ഒന്നുമില്ല, നിൻ്റെയൊക്കെ ഇപ്പം എത്ര വിമാനങ്ങൾ, ഇനിയും വിമാനങ്ങൾ ഞങ്ങൾക്ക് അടിച്ചിടാൻ പറ്റും, ഞങ്ങൾ നശിപ്പിക്കാൻ ഞങ്ങൾക്കുള്ള ഇതുണ്ട്. ഒരു ഭാഗത്ത് അമേരിക്കയും ചൈനയും തുർക്കിയും ഒക്കെ പാകിസ്ഥാന് പിന്തുണയായിട്ട് ഉണ്ട്, മറുഭാഗത്ത് ഇന്ത്യയുടെ ഒരു ബലം എന്ന് പറയുന്നത് നമ്മുടെ സൈന്യം, നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യക്കകത്ത് തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ്, അതായത് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പക്ഷേ നാളെ ഭരണപക്ഷത്ത് കയറേണ്ടുന്ന വ്യക്തികൾ, അപ്പോൾ ഈ വലിയ ഒരു നേതാവ് ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുമ്പോൾ സൂക്ഷിക്കണം. ഒരു പക്ഷേ നമ്മുടെ കേന്ദ്ര സർക്കാരിനോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിനോടൊപ്പം തന്നെയാണ് ചേർന്ന് നിൽക്കേണ്ടുന്നത്. ഇത്തരത്തിലുള്ള പ്രസ്താവന എന്തായാലും വലിയ വിദ്വേഷജനകമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. ഇദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടുന്ന ബാധ്യസ്ഥത കേന്ദ്ര സർക്കാരിനുണ്ടെങ്കിലും പക്ഷെ ഇതിങ്ങനെയായിരുന്നില്ല. ഈ ഒരു യുദ്ധമുഖത്ത് അല്ലെങ്കിൽ സംഘർഷമുഖത്ത് നിന്നുകൊണ്ടല്ല, കാരണം നമ്മുടെ സംഘർഷം അവസാനിച്ചിട്ടില്ല, താൽക്കാലികമായിട്ട് വെടിനിർത്തൽ മാത്രമാണ്, അതിൻ്റെ ഉള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നിൽക്കേണ്ടുന്നത് രാജ്യത്തിനൊപ്പം ഈ പറഞ്ഞതുപോലെ സർക്കാരിനോടൊപ്പം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സംശയങ്ങൾ തീർക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും അദ്ദേഹത്തിന് സംശയങ്ങളുണ്ടെങ്കിൽ മറ്റുള്ള പാർലമെൻ്ററി സമ്മേളനം അല്ലെങ്കിൽ ഡയറക്റ്റ് കേന്ദ്ര സർക്കാരിനെ സമീപിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ചെയ്യാം. ഇത്തരത്തിലുള്ള പബ്ലിക്കായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും ഒരു പക്ഷേ നല്ലത്. ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കേണ്ടുന്നത്. ഒറ്റക്കെട്ടായിട്ട് നമ്മളുടെ രാജ്യത്ത് നിന്നെങ്കിലേ ഇനിയും നമുക്ക് ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെ നേരിടാൻ നമുക്ക് തന്നെ അറിയാം. രാജ്യത്തിനകത്ത് തന്നെ ഒരു വ്ളോഗേഴ്സിനെ ഈ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം പിടിച്ചിരുന്നു. ഒരു ടൂറിസ്റ്റ് വ്ളോഗറാണ്, നമ്മുടെ ഇന്ത്യൻ പൗരയാണ്. അപ്പം അവർ തന്നെ ഇത്തരത്തിൽ പാകിസ്ഥാൻ്റെ ഹൈക്കമ്മീഷനുമായിട്ടൊക്കെ ബന്ധപ്പെടുകയും അതിലൊരു വ്യക്തിയായിട്ട് പ്രണയമാവുകയും അങ്ങനെ അവരെ തന്നെ ഇപ്പോൾ ഈ നമ്മുടെ രാജ്യത്തിന് ഒറ്റുകൊടുത്തതിൻ്റെ പേരിൽ ഇപ്പോൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ ഇങ്ങനെയുള്ള ആൾക്കാരുള്ളപ്പോൾ കുറച്ചുകൂടി അതിനെ ഒരു ആക്കം കൂട്ടുന്ന തരത്തിലുള്ള പ്രസ്താവനകളും വിമർശനങ്ങളും ഒക്കെ ഒഴിവാക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും.